ഗുഡ് ആഫ്റ്റർനൂൺ. കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്? ഓക്കെ, ഇത് ചാപ്റ്റർ ഒക്കെ എടുത്തോണ്ടിരുന്ന ഓർക്കണ്ട. ചാപ്റ്റർ നമ്മൾ എടുത്തോണ്ടിരുന്നേ ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ആ ഓക്കെ, അത് ഓർക്കണ്ട അല്ലേ? എവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സോണിംഗ് ആയിരുന്നു അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ഓക്കെ, ഇതാണ് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? അതല്ലേ നമ്മൾ നോക്കിയത്? അതെ, ഓക്കെ ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? OT സ്യൂട്ട്, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. സ്യൂട്ട് എന്ന് പറഞ്ഞ എന്താ? റൂമാണ്, റൂം. ഓപ്പറേഷൻ തിയേറ്ററിലെ റൂം എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഇൻ ജനറൽ ആൻഡ് വൂണ്ട് ഇൻഫെക്ഷൻ ഇൻ എ പർട്ടിക്കുലർ. വൂണ്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഈ ഓപ്പറേഷൻ തിയേറ്റർ റൂം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെയും ജനറൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വരാനുള്ള ഇൻഫെക്ഷൻസ് അല്ലേ, അത് ജനറൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പറയാൻ പോണേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ല, ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതായത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെയും അതുപോലെ തന്നെ സർജിക്കൽ സൈറ്റ്, ആ സർജറി ചെയ്യുമ്പോൾ ആ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെയും ഒക്കെ ഒരു സാധ്യതയുണ്ടാകാൻ, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്, അത് റൂമാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ റൂം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഇൻഫെക്ഷന് സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് എന്താണ് നമ്മള് സ്യൂട്ട്, ആ റൂം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം പറഞ്ഞേക്കുന്നത്? വിത്ത് ദ എയിം ഓഫ് റെഡ്യൂസിംഗ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ being brought into the suite. അതായത് എന്താ? അപ്പോ നമ്മൾ അവിടെ നമ്മൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം? ഇങ്ങനെ വേണം ആസൂത്രണം ചെയ്യാനായിട്ട്. ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കണം അല്ലെ? ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതിന്റെ സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്ലാൻ ചെയ്തതായിരിക്കണം ഓരോ ഓപ്പറേഷൻ റൂമും. അങ്ങനെ വേണം, അതായത് ഇൻഫെക്ഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആസൂത്രണം ചെയ്തതായിരിക്കണം ഓരോ ഓപ്പറേഷൻ തിയേറ്ററും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് നമ്മുടെ മനസ്സിൽ വേണ്ട. ഒരു ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ, റൂം സെറ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ കുറയ്ക്കുക എന്നുള്ളത്, അത് അങ്ങനെ നമ്മൾ കണ്ടിട്ട് വേണം അത് പ്ലാൻ ചെയ്യാനായിട്ട്. ഇനി ഇവിടെ താഴെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ഇൻഫെക്ഷന്റെ സാധ്യത, അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു റൂമാണ് ഓപ്പറേഷൻ തിയേറ്റർ റൂം എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന? ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താണ് ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത്? ആ ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്. കിട്ടിയോ? ആ ഇൻഫെക്ഷന്റെ അങ്ങനെ ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ സാധ്യത കുറയ്ക്കുന്ന രീതിയിൽ വേണം ഒരു ഓപ്പറേഷൻ റൂം നമ്മൾ ആസൂത്രണം ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ആ ഇൻഫെക്ഷൻ, അതിന്റെ ആ ഒരു ചാൻസ് അത് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് താഴെ കൊടുത്തേക്കണേ കേട്ടോ. അതിനെ നോക്കിയേ, നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 5 എണ്ണാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. എങ്ങനെയായിരിക്കണം ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കണം? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. അതായത് ആളുകള്, എക്യുപ്മെന്റ്സ്, മൂവ്മെന്റ്സ്, ഇതിനെയൊക്കെ മിനിമൈസ് ചെയ്യുക. എല്ലാവരും അതിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അതാണ് ഡേർട്ടി ട്രാഫിക്കിൽ നിന്നും ക്ലീൻ ആയിരിക്കണം എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ആളുകള് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, മൂവ്മെന്റ്സ്, ഇതെല്ലാം എന്ത് ചെയ്യണം? എന്തായിരിക്കണം? അവിടെ നമുക്ക് ഒത്തിരി പേരെ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. മൂവ്മെന്റ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ മിനിമൈസ് ചെയ്യണം, അത് കുറയ്ക്കണം. ഓക്കെ, ഫ്ലോ clean from dirty traffic flow within the operation
theatre suite should be kept apart as best as possible. അതായത് എന്ത് ചെയ്യണം, അതിന്റെ അത് ഏറ്റവും സാധ്യമായ രീതിയിൽ അല്ലെ ഓരോ ഓപ്പറേഷൻ റൂമും സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ വുമൻസ് ഒക്കെ എന്ത് ചെയ്യണം, കഴിയുന്നത്ര മികച്ച രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം. അതായത് ഒത്തിരി ഇതൊന്നും വേണ്ട, ഒരുപാട് ആളുകൾ അങ്ങനെ പോകേണ്ട രീതിയിലേക്ക് ഉള്ളതൊന്നും ആകാൻ പാടില്ല. Space in the suite have to be arranged. ഇനി എങ്ങനെ വേണം അവിടുത്തെ സ്പേസ് അറേഞ്ച് ചെയ്യാന്ന് നോക്കി, in such a way that while moving from one space to another there should be a constant progression of cleanness from entrance to operation theatre suite to the operating room. അതായത് അവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ ആ സ്പേസ്, അതായത് ഓരോ റൂമുകളാണല്ലോ, ആദ്യം എന്താണ് അതിന്റെ എൻട്രൻസ് ആണ് അല്ലെ, ഒരു ഓപ്പറേഷൻ റൂമിന്റെ എൻട്രൻസ്, അതിന്റെ പ്രവേശന കവാടം മുതൽ അത് ഓരോ ഓപ്പറേഷൻ റൂം വരെയുള്ള പല റൂമുകള് അല്ലെങ്കിൽ പല സോണുകള് അതുവരേക്കും എന്ത് വേണം, ക്ലീൻനെസിന്റെ ഒരു പുരോഗതി, പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുരോഗതി, ക്ലീൻനെസിന്റെ ഒരു പുരോഗതി, അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പുരോഗതി വേണം. അതായത് എൻട്രൻസ് മുതൽ ഓപ്പറേഷൻ റൂം വരെ എങ്ങനെയായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. കണ്ടോ, entrance of operation theatre suite to the operating room വരെ ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത പ്ലേസിലേക്ക് അങ്ങനെ പോയി എൻട്രൻസ് മുതൽ ഓപ്പറേറ്റിംഗ് റൂം വരെയുള്ള ആ ഓരോ സെക്ഷനുകളും എങ്ങനെയായിരിക്കണം, അത് ക്ലീൻനെസിന്റെ ഒരു പ്രോഗ്രസ് ഉണ്ടായിരിക്കണം. ഓരോ ഏരിയ കവർ ചെയ്യുന്നതോളം ക്ലീൻനെസ് കൂടി വരണം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതി കാണിക്കണം. കോൺസ്റ്റന്റ് പ്രോഗ്രഷൻ ഓഫ് ക്ലീൻനെസ് ഫ്രം എൻട്രൻസ് ടു എവിടം വരെ, ഓപ്പറേറ്റിംഗ് റൂം വരെ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്ത നോക്കിയ, സ്റ്റാഫ് who are working in the OT department should be able to move from one cleaner area to another without having to pass through unprotected area. ഇനി എന്താ പറഞ്ഞേക്കണം, അവിടെ സ്റ്റാഫുകളില്ലേ, സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് ഒരു ഏരിയയിൽ നിന്ന്, ഒരു ക്ലീൻ ഏരിയയിൽ നിന്ന് അടുത്ത ക്ലീൻ ഏരിയയിലേക്ക് തന്നെ ആയിരിക്കണം. അതായത് അതിന്റെ ഇടയിൽ അവരെന്താ, വിത്തൗട്ട് പാസിംഗ് ടു പാസ് ത്രൂ അൺപ്രൊട്ടക്റ്റഡ് ഏരിയ, സുരക്ഷിതമല്ലാത്ത ഏരിയയിലേക്ക് പാസ് ചെയ്ത് പിന്നെ ക്ലീൻ ഏരിയയിലേക്ക് അങ്ങനെ ആകരുത്. ആ സ്റ്റാഫിന്റെ മൂവ്മെന്റ്, അതായത് ഇപ്പൊ ഫസ്റ്റ് എൻട്രൻസ് ക്ലീൻ ആണ്, അവിടെ നിന്ന് അടുത്ത ഒരു അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് പോയിട്ട് പിന്നെ ക്ലീൻനെസ് ഏരിയയിലേക്ക് അങ്ങനെ വരുന്ന രീതിയിൽ ആവരുത്. അവിടെ എങ്ങനെയായിരിക്കണം, മൂവ് ഫ്രം വൺ ക്ലീനർ ഏരിയ ടു അതർ വിത്തൗട്ട് ഹാവിംഗ് ടു പാസ് ത്രൂ അൺപ്രൊട്ടക്റ്റഡ് ഏരിയ. ആ അൺപ്രൊട്ടക്റ്റഡ് സുരക്ഷിതമല്ലാത്ത ഏരിയ കൂടെ പാസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയോ? അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടെ. അത് എങ്ങനെയായിരിക്കണം സ്റ്റാഫിന്റെ മൂവ്മെന്റ്, മൂവ് ഫ്രം വൺ ക്ലീൻ ഏരിയ ടു another clean area without having to pass through unprotected area. Then മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, സോയിൽഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, മലിനമായിട്ടുള്ളത്, സോയിൽഡ് material and waste have to be eliminated from operating room without passing through the clean area. അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഈ സോയിൽഡ് മലിനമായിട്ടുള്ള ഈ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിനെ മാറ്റണം, എലിമിനേറ്റ് ചെയ്യണത് എങ്ങനെയാണ്, അത് കൊണ്ടുപോകുമ്പോൾ എന്താ, ആ ക്ലീൻ ഏരിയ കൂടെ കൊണ്ടുപോകാൻ പാടില്ല. മനസ്സിലായോ? അതിന് ആ വേസ്റ്റുകൾ കൊണ്ടുപോകാൻ പ്രത്യേകം ഒരു ഏരിയ വേണം എന്നാ പറഞ്ഞേക്കണേ. കേട്ടോ, മലിനമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകുന്നത് ഏതാണ്, നമ്മൾ അതിന്റെ ഒരു പ്രത്യേക ഏരിയ വേണം. ഒരിക്കലും ആ ക്ലീൻ ഏരിയയിൽ കൂടി കൊണ്ടുപോകാൻ പാടില്ല. ക്ലിയർ ആയോ മൂന്നാമത്തെ പോയിന്റ്? ഓക്കെ അല്ലേ? വിത്തൗട്ട് പാസിംഗ് ത്രൂ ക്ലീൻ ഏരിയ കൂടെ അത് കൊണ്ടുപോകാൻ പാടില്ല. എന്താ, ആ ക്ലീൻ ഏരിയ വീണ്ടും എന്താ മലിനമാകും അല്ലേ? അപ്പൊ സോയിൽഡ് ആയിട്ടുള്ള മലിനമായ മെറ്റീരിയൽ കൊണ്ടുപോകുമ്പോൾ ആ ഏരിയ വീണ്ടും മലിനമാകും. അതുകൊണ്ട്
അടുത്ത നോക്കിയേ, ഓപ്പറേഷൻ തിയേറ്റർ വെന്റിലേഷൻ ഷുഡ് ബി ഫ്രീ ഓഫ് എയർ മൂവ്മെന്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയകളിലുള്ള പോലെയുള്ള ഒരു വെന്റിലേഷൻ ആയിരിക്കരുത് ഓപ്പറേഷൻ തിയേറ്ററിലെ. ഓപ്പറേഷൻ തിയേറ്ററിലെ വെന്റിലേഷൻ മറ്റുള്ള റെസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ മറ്റുള്ള ഏരിയയിലേക്ക് ഉള്ളത് പോലെ ആയിരിക്കരുത്. അതായത് ഇവിടെ പറയുന്നത് മറ്റുള്ള ഏരിയകളിൽ നിന്നുമുള്ള വെന്റിലേഷൻ, അതായത് ഇവിടെ ഈ എന്താ നല്ലൊരു എയർ ഫ്രീ ആയിട്ടുള്ള എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം അവിടെ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന എയർ ഫ്ലോ ആ വെന്റിലേഷൻ നല്ല ക്ലീൻ ഏരിയയിൽ നിന്നുള്ളതായിരിക്കണം. അതാണ്. Hence, the direction of airflow within the operation theatre suite should be from cleaner to less clean area. അതായത് എങ്ങനെയായിരിക്കണം, ക്ലീനർ ഏരിയയിൽ നിന്നായിരിക്കണം വെന്റിലേഷൻ, ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയ, അങ്ങനെ ആയിരിക്കണം. അതായത് ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ പറഞ്ഞല്ലോ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ, ഇൻഫെക്ഷൻ ഒന്നും പാടില്ല. അപ്പൊ അങ്ങോട്ട് വരുന്ന വെന്റിലേഷൻ എവിടെ നിന്നായിരിക്കണം, എവിടെ നിന്നുള്ള വെന്റിലേഷൻ ആയിരിക്കണം, ക്ലീനർ ഏരിയയിൽ നിന്നുള്ള വെന്റിലേഷൻ ആയിരിക്കണം. കണ്ടോ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം, ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയ എന്നുള്ള രീതിയിലായിരിക്കണം. കാരണം പലപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിലെ വെന്റിലേഷൻ വൃത്തിയുള്ള ഇടത്തിൽ നിന്നും വൃത്തി കുറഞ്ഞ എന്താ പറഞ്ഞ ക്ലീനർ ഏരിയയിൽ നിന്നായിരിക്കണം. കണ്ടോ, എയറേഷൻ വരുന്നത്, എയറേഷൻ അങ്ങനെ ആയിരിക്കണം, അങ്ങോട്ടേക്കുള്ള ക്ലീൻ സ്പേസിൽ നിന്നുള്ള വെന്റിലേഷൻ ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കേണ്ടത്. അഞ്ചാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കണത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. എങ്ങനെയായിരിക്കണം എയർ ഫ്ലോയുടെ ഡയറക്ഷൻ ആ പറഞ്ഞേക്കുന്നത്, ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയ. Therefore, അടുത്തത് നോക്കിയേ, the whole OT suite is designed in the concept of 4 zones. അപ്പൊ മൊത്തത്തില് നമുക്ക് ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിലെ 4 സോണുകളായിട്ടാണ് അവിടെ തിരിച്ചിരിക്കുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 4 സോണുകൾ ഏതൊക്കെയാണ്, അതിൽ ഓരോന്നും വരുന്നത്, ഓരോന്നും തന്നിട്ട് അത് ഏത് സോണിൽ വരുന്നതാണെന്ന് ചോദിക്കാം. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തു കേട്ടോ. എന്തായാലും ആ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക് എക്സാമിന്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ ആ സ്യൂട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് 4 കോൺസെപ്റ്റ് ആണ്. 4 കോൺസെപ്റ്റ് 4 സോണുകളാണ് കേട്ടോ. ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് 4 സോൺസ്. 4 സോണുകൾ ഏതൊക്കെയാ, പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഫസ്റ്റ് നോക്കിയേ, പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോൺ ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്, റിസപ്ഷൻ, നമ്മൾ കയറി ചെല്ലുന്ന റിസപ്ഷൻ ഏരിയ ഇല്ലേ, അതൊരു പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന റിസപ്ഷൻ. വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സിനൊക്കെ ഉള്ള വെയിറ്റിംഗ് ഏരിയ ഇല്ലേ, അത് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന കേട്ടോ. റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. അടുത്ത നോക്കിയേ, ചേഞ്ചിങ് റൂം. ചേഞ്ചിങ് റൂം മൂന്നാമത്തെ, അതായത് നമുക്ക് ആ സർജറിക്കൊക്കെ കയറ്റൂലേ, അതിന് മുന്നേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ, സ്റ്റാഫിനും പേഷ്യൻസിനും ഒക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചേഞ്ചിങ് റൂം വേണം. അത് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന കേട്ടോ, ചേഞ്ചിങ് റൂം. അത് പേരിൽ തന്നെ അറിയാലോ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള റൂം. അടുത്ത് നോക്കിയേ, പ്രീ അനസ്തീഷ്യ റൂം. പ്രീ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യക്ക് മുന്നേ, അതായത് അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് റെഡി ആക്കൂലേ അല്ലേ, നമ്മൾ റെഡി ആക്കൂലേ അനസ്തേഷ്യക്ക് മുന്നേ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ റെഡി ആക്കുന്ന റൂമാണ് പ്രീ അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് മുമ്പുള്ളത് അനസ്തേഷ്യ. അടുത്ത നോക്കി, സ്റ്റോർസ് റെക്കോർഡ്സ്. അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള റെക്കോർഡുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആ സ്റ്റോർസ് എന്തിന്റെയാണ്, റെക്കോർഡ്സിന്റെ സ്റ്റോറുകൾ കേട്ടോ. പിന്നെ നെക്സ്റ്റ് അത് ആ ഒരു ഒന്നാമത്തെ സോൺ ആട്ടോ നോക്കണേ, താഴേക്ക് കുറച്ചും കൂടി ഇല്ലേ നോക്കിയേ പ്രൊട്ടക്റ്റീവ് സോണില്. അടുത്ത് നോക്കിയേ, ഓട്ടോക്ലേവ് TSSU. ഓട്ടോക്ലേവ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓട്ടോക്ലേവ് നിങ്ങൾക്ക് മൊഡ്യൂള് 2 പഠിക്കാണ്ട് കേട്ടോ, CSST അവിടെ പഠിക്കാണ്ട്. അവിടെ ഓട്ടോക്ലേവ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, ഒരു പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന, പല ടൈപ്പ് ഉണ്ട്. സാധാ ടൈപ്പാണ് ഞാൻ പറഞ്ഞ, ഒരു കുക്കർ പോലെ ഇരിക്കുന്നതാണ്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ
സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് അതെന്തിനാ? TSSU എന്ന് പറഞ്ഞാൽ അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. എക്സ്പാൻഡഡ് ഫോം ഒരു പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. തിയേറ്റർ, THEATRE, തിയേറ്റർ, സ്റ്റെറൈൽ, STERILE, തിയേറ്റർ, സ്റ്റെറൈൽ, സപ്ലൈ, SUPPLY, സപ്ലൈ യൂണിറ്റ്. അപ്പൊ ഏരിയ തന്നെ അറിയാലോ, തിയേറ്റർ, സ്റ്റെറൈൽ, സപ്ലൈ യൂണിറ്റ്. എന്താ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. അതാണ് TSSU, ഓട്ടോക്ലേവ്. അതൊരു ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അത് സ്റ്റീം വെച്ചിട്ടാണ്. 121 ഡിഗ്രി സെന്റിഗ്രേഡ്, അത് നിങ്ങൾക്ക് പഠിക്കാണ്ട്. അത്രയും ടെമ്പറേച്ചറിൽ സെൽഷ്യസില് നമ്മള് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. അത്. ഇനി അടുത്ത് നോക്കിയ ട്രോളി ബേ. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ ട്രോളികളൊക്കെ അടക്കി വെക്കുന്ന സ്ഥലം. ട്രോളി ബേ അടക്കി വെക്കുന്ന ഭാഗമാണ് ട്രോളി ബേ. എല്ലാ ട്രോളികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ട്രോളി ബേ കണ്ടിട്ടില്ലേ? എയർപോർട്ടില്, ഇവിടെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ട്രോളികളൊക്കെ നിരത്തി വെക്കുന്ന, സെറ്റ് ചെയ്യുന്ന, അടക്കി വെക്കുന്ന ഭാഗം. എല്ലാവരും അവിടെ ഇവിടെ വലിച്ചു വാരിടാൻ പാടില്ലല്ലോ. അങ്ങനെ. പിന്നെ അടുത്തതാണ് കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഏരിയ. അപ്പൊ അത്രയും പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. അപ്പൊ അതിനകത്ത് ചോദിക്കാം കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോണ്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാ പറഞ്ഞത്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, ചേഞ്ചിങ് റൂം, ഫ്രീ അനസ്തേഷ്യ, സ്റ്റോർ റെക്കോർഡ്സ്, ഓട്ടോക്ലേവ്, TSSU, ട്രോളി ബേ, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി രണ്ടാമത്തെ സോണാണ് ക്ലീൻ സോൺ. ക്ലീൻ സോൺ തന്നെ അറിയാം അല്ലെ? ക്ലീൻ സോൺ. ക്ലീൻ സോണിൽ വരുന്നത് നോക്കിയേ, ഫ്രീ ഓപ്പറേറ്റിംഗ് റൂം. ഫ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷന് മുന്നേ നമ്മളെ റെഡിയാക്കുന്ന റൂം. പേരിന്ന് അറിയാം അല്ലെ? ഓപ്പറേഷന് മുന്നേ നമ്മളെ റെഡിയാക്കുന്ന റൂമാണ്. അത് ഏതിന് വരുന്നതാണ്? ക്ലീൻ സോണിൽ വരുന്നതാണ് ഫ്രീ ഓപ്പറേറ്റിംഗ് റൂം. അടുത്ത് നോക്കിയേ, റിക്കവറി റൂം. റിക്കവറി റൂം എന്ന് വെച്ചാൽ എന്താ? സർജറി ചെയ്തിട്ട് നമ്മൾ മാറ്റൂലേ, അതാണ് റിക്കവറി റൂം. നേരെ സർജറി കഴിഞ്ഞ പാടെ നമ്മുടെ എന്താ ഈ നമ്മുടെ റൂമിലേക്ക് മാറ്റില്ല അല്ലെ? നേരെ ആ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എങ്ങോട്ടാ മാറ്റുന്നത്? ഒബ്സർവേഷൻ റൂം ഒക്കെ അല്ലെ, അല്ലെങ്കിൽ റിക്കവറി റൂം, അങ്ങോട്ടേക്കാണ് നമ്മളെ മാറ്റുന്നത്. റിക്കവറി റൂം, പ്രീ ഓപ്പറേറ്റിംഗ് റൂം അല്ലെ? പ്രീ ഓപ്പറേറ്റിംഗ് റൂം നമ്മൾ പറഞ്ഞു ക്ലീൻ സോണിൽ വരുന്നതാണ്. പിന്നെ അതായത് പ്രീ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞ ഏതാണ്? പ്രീ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷന് മുന്നേ നമ്മൾ റെഡിയാക്കുന്ന റൂം. റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒബ്സർവേഷൻ ഒക്കെ ഇല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള റൂം. പിന്നെ അടുത്ത പ്ലാസ്റ്റർ റൂം. ഇനി ചില ആളുകൾക്കൊക്കെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ഒക്കെ ചെയ്യേണ്ടി വരില്ലേ? എല്ലുകൾക്ക് പൊട്ടോ അങ്ങനെയൊക്കെ വരൂല്ലേ? അപ്പൊ അങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇത് പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ റൂം. പിന്നെ അടുത്തതാണ് സ്റ്റാഫ് റൂം. സ്റ്റാഫുകൾക്കൊക്കെ അതറിയാലോ, സ്റ്റാഫുകൾക്കൊക്കെ എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ട് ഉള്ള റൂം സ്റ്റാഫ് റൂം. സ്റ്റാഫ് റൂം അതൊക്കെ ക്ലീൻ സോണിൽ തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കിയേ, അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ കേട്ടോ. ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ, അനസ്തേറ്റിക് സ്റ്റോർ റൂം എന്നാണ് കേട്ടോ. അനസ്തെറ്റിക് എന്നാണ്. ANAESTHETIC. ടെക്സ്റ്റിൽ ഒന്ന് നോക്കി, കറക്റ്റ് ആണോ നോക്കി. അനസ്തെറ്റിക്, AN ഒന്ന് ചേർത്താൽ മതി ഫ്രണ്ടില്. അനസ്തെറ്റിക് സ്റ്റോർ റൂം കറക്റ്റ് ആണോ ടെക്സ്റ്റില്? അനസ്തെറ്റിക് സ്റ്റോർ റൂം ആണ്. ANAESTH അല്ല, കറക്റ്റ് അല്ല. എന്നാ അതൊന്ന് കറക്റ്റ് ചെയ്തേ. ഫ്രണ്ടിൽ എന്ത് ചേർക്കണം? AN. റോങ് ആണ് അല്ലെ? അപ്പൊ ടെക്സ്റ്റിൽ ഒന്ന് കറക്റ്റ് ചെയ്തേ. ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ANAESTHETIC അനസ്തെറ്റിക് റൂം. അനസ്തെറ്റിക് റൂം എന്ന് പറഞ്ഞ എന്താ? അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെഷീൻസ്, എക്യുപ്മെന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതാണ്
അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, അതുപോലെ മെഡിസിൻസ്, ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, സ്റ്റോർ ചെയ്യുന്ന റൂം. അത് ഏതിൽ വരുന്നതാണ്? ക്ലീൻ സോണിൽ വരുന്ന. പിന്നെ നോക്കിയേ, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. ഓക്കെ, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം എന്ന് പറയുന്നത് വെച്ചാൽ അവിടെ വേറെ ലൈറ്റ് ഒന്നുമില്ലല്ലോ. നിങ്ങൾ എക്സ്റേ റൂം ചെയ്യാനൊക്കെ കയറിയിട്ടില്ല എക്സ്റേ റൂമില്? ഡാർക്ക് റൂം, അവിടെ ഓട്ടോ പ്രോസസർ ആണ്. അതായത് എന്താ, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇമേജ് കിട്ടുന്നത്. ജസ്റ്റ് നമ്മൾ ഏത് ഭാഗമാണോ എക്സ്റേ എടുക്കണ്ടേ അവിടെ ജസ്റ്റ് ഇത് കഴിയുമ്പോ ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാം. അതായത് സർജറി ഒക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോ നമുക്ക് ഇത് ചെയ്യുമ്പോ അറ്റ് മൊമെന്റില് ചിലപ്പോ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ട വരും. എക്സ്റേ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും ചിലപ്പോ നമുക്ക് സർജറി ചെയ്യുന്ന സമയത്ത്. അപ്പൊ ശരിയാകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടോ അല്ലെ, അതൊക്കെ അവിടെ വെച്ച് തന്നെ. അതായത് സർജറി എല്ലാം ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റിയിട്ട് എക്സ്റേ എടുത്ത് നോക്കിയാൽ പറ്റൂലല്ലോ. അറ്റ് സ്പോട്ടില് ചില ഇതിന് അങ്ങനെ വേണ്ടി വരാം. അതായത് സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ സർജന് ഇതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ യൂണിറ്റ്. അങ്ങനെ അത് ഏത് വരുന്നതാണ്? അത് ഒരു ക്ലീൻ സോണിൽ തന്നെ വരുന്നതാണ്. ഓട്ടോ പ്രോസസർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് അല്ലെ ഇമേജ് കിട്ടുന്നത്. അത് ഇത്രയും കാര്യങ്ങൾ ക്ലീൻ സോണിൽ വരുന്ന. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കുന്ന ഇപ്പൊ ക്ലീൻ സോണിൽ വരുന്ന ഏത്, അല്ലെങ്കിൽ ഇതിപ്പോ തന്നിട്ട് ഏത് സോണാന്ന് ചോദിക്കാം. പ്രീ ഓപ്പറേറ്റിംഗ് റൂം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സോൺ. ഏതിന്റെയാണ്? ക്ലീൻ സോൺ. അതൊന്ന് നോക്കി വെച്ചാൽ മതി. പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അനസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. ഇനി അടുത്തതാണ് സ്റ്റെറൈൽ എസെപ്റ്റിക് സോൺ. മൂന്നാമത്തെ ആട്ടോ, മൂന്നാമത്തെ സോൺ ആണ് സ്റ്റെറൈൽ എസെപ്റ്റിക് സോൺ. സ്റ്റെറൈൽ എസെപ്റ്റിക് സോൺ നോക്കി അതിനകത്ത് വരുന്ന ഏതൊക്കെയാ? ഓപ്പറേറ്റിംഗ് റൂം, മെയിൻ ഭാഗം അല്ലെ. ഓപ്പറേറ്റിംഗ് റൂം, ഓപ്പറേഷൻ പ്രൊസീജിയർ നടത്തുന്ന റൂം. നമ്മൾ പറഞ്ഞല്ലോ ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയായിരിക്കണം? സ്റ്റെറൈൽ ആയിരിക്കണ്ടേ അല്ലെ. ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം, ഫ്രീ ആയിരിക്കണം, സ്റ്റെറൈൽ ആയിരിക്കണം, എസെപ്റ്റിക് റൂം ആയിരിക്കണം അല്ലെ. എസെപ്റ്റിക് സോൺ ആണ് വെച്ചാൽ സെപ്സിസ് ഒന്നും അല്ലാത്ത, എന്താ പറയാ, വളരെ ക്ലീൻ ആയിട്ടുള്ളത്. അതാണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ക്രബ് റൂം. അത് കേട്ടിട്ടുണ്ടോ? സ്ക്രബ് റൂം എന്ന് പറഞ്ഞാൽ സർജറിക്ക് മുന്നേ ഈ മെഡിക്കൽ സ്റ്റാഫ് ഒക്കെ ഇല്ലേ, അവര് ഡോക്ടേഴ്സ് പിന്നെ ഇവരൊക്കെ കൈയൊക്കെ എന്ത് ചെയ്യും? നന്നായിട്ട് ക്ലീൻ ചെയ്യും അല്ലെ. ഹാൻഡ് വാഷ് ചെയ്യും, സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യും. അതിനുള്ള ഇതാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. ഇത് സ്റ്റെറൈൽ സോണിൽ വരുന്നതാണ്. സ്റ്റെറൈൽ സോണിൽ തന്നെ വരുന്നതാണ് ഇത് സ്ക്രബ് റൂം. ഇത്രേ ഉള്ളൂ. സർജറിക്ക് മുന്നേ നേരെ ഓടി ചെന്ന് സർജറി ചെയ്യാൻ പറ്റുമല്ലോ. സർജറിക്ക് മുമ്പ് തന്നെ മെഡിക്കൽ സ്റ്റാഫ് അല്ലെ, സർജന്, ഇവരൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? കൈ ക്ലീൻ ആക്കും. ഇതാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അനസ്തേഷ്യ കൊടുക്കുന്ന റൂം. അനസ്തേഷ്യ കൊടുക്കുന്ന റൂം, അനസ്തേഷ്യ, ഇതെല്ലാം സ്റ്റെറൈൽ സോണിൽ വരുന്ന കേട്ടോ. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അടുത്ത നോക്കിയേ, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് CSSD സെക്കൻഡ് മൊഡ്യൂളില്. CSSD എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് അപ്പൊ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് എന്താ പറയാ ഉപയോഗിക്കേണ്ടി വരും. അതാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഫ്ലാഷ് സ്റ്റെറിലൈസർ, ഫ്ലാഷ് സ്റ്റെറിലൈസർ CSSD ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. ഓക്കെ, മറ്റേതൊക്കെ കുറെ സമയം എടുക്കും, 1 മണിക്കൂറൊക്കെ വേണം സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട്. പക്ഷെ ഇവിടെ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, അതായത് നമുക്ക് എന്താണ് പെട്ടെന്ന് സർജറി ചെയ്യുമ്പോൾ തന്നെ ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസ് ചെയ്ത് 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അത് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അത് അങ്ങനെയുള്ളത്. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ അടക്കി വെക്കൂലേ,
ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അടക്കി വെക്കൂലേ, അതൊക്കെ. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കുന്ന സ്ഥലം, അതാണ് ട്രോളി ബേ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ ട്രോളി ബേ, അതായത് ട്രോളി ഒക്കെ വെക്കുന്നത് അല്ലെ. ഇൻസ്ട്രുമെന്റ് ട്രോളി ബേ എന്ന് പറഞ്ഞാൽ എന്താ, സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വെക്കുന്ന സ്ഥലം, ഏരിയ. അപ്പൊ അതെല്ലാം സ്റ്റെറൈൽ സോണില്. അതിന്റെ പേരുകൾ പഠിച്ചാൽ മതി കേട്ടോ. ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തീഷ്യ, ഇൻഡക്ഷൻ റൂം, ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ലാസ്റ്റത്തെ സോണാണ് ഡിസ്പോസൽ സോണ്. ഡിസ്പോസൽ സോണ്, ഡിസ്പോസൽ സോണ്. ഓക്കെ, ഫസ്റ്റ് ഏതാ, ഡേർട്ടി വാഷപ്പ് റൂം. എന്താണ് വാഷപ്പ് റൂം? സോയിൽഡ് ആയിട്ടുള്ള അല്ലെ, മലിനമായിട്ടുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാകാം, തുണികളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഫൈനൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്പോസലിന് മുന്നേ വേർതിരിച്ച് വ്യത്യസ്തമായി വെക്കുന്നു. എല്ലാം കൂടി ഒരുപോലെയല്ല കൊണ്ടുപോകുന്നത് അല്ലെ. അതാണ് ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറഞ്ഞ. അതായത് അത് നമ്മൾ എന്ത് ചെയ്യുന്ന, അത് ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ ഓരോന്നും തരംതിരിക്കും കേട്ടോ. തരം തിരിച്ചിട്ട് വ്യത്യസ്തമായി വെക്കുന്നതാണ്. സോയിൽഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ്, തുണികള്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഡിസ്പോസലിന് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേർതിരിച്ചിട്ട് വ്യത്യസ്തമായിട്ട് വെക്കുന്നു. ഇതാണ് ഡേർട്ടി വാഷപ്പ് റൂം. അടുത്ത നോക്കിയേ, ഡിസ്പോസൽ കോറിഡോർ. ഡിസ്പോസൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ എന്താ, ഇടനാഴി അല്ലെ. കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇടനാഴിയാണ്. ഡിസ്പോസൽ സോണിലേക്ക് നീളുന്ന ഇടനാഴി. ആ ഡിസ്പോസൽ സോണിലെ അങ്ങോട്ടേക്ക് നീളുന്ന ഒരു ഇടനാഴിയാണ് ഡിസ്പോസൽ കോറിഡോർസ് എന്ന് പറയുന്നത്. ഡിസ്പോസൽ കോറിഡോർ, ഡിസ്പോസൽ കോറിഡോർ. നെക്സ്റ്റ് നോക്കിയേ, ജാനറ്റർ ക്ലോസറ്റ്. JANITOR, ജാനറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഹൗസ് കീപ്പിംഗ് തന്നെയാണ്. ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യൂലേ, അതാണ് ഹൗസ് കീപ്പിംഗ് തന്നെയാണ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ക്ലീനിങ്ങിന് വേണ്ടി വരുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്, സ്റ്റോർ റൂമാണ്. അതാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലോസറ്റ്, ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ എന്തിനു വേണ്ടിയിട്ടാ, ക്ലീൻ ചെയ്യാൻ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ അത്രയാണ് 4 സോണുകൾ. അതിൽ ഓരോന്നും കീഴിൽ വരുന്നത് ഏതാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്, ക്ലീൻ സോണിൽ വരുന്നത്, സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ വരുന്നത്, ഡിസ്പോസൽ സോണിൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാന്ന് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. അതിന് TSSU എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെക്കണം. തീറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ, ക്ലിയർ ആണോ, ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തതാണ് യൂഷ്വൽ ഏരിയ ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. സാധാരണയായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, കുറവ് അല്ലെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണയായിട്ട് കാണാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഏരിയകൾ. അപ്പൊ അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണയായിട്ട് ഡെഫിഷ്യൻസി കാണുന്ന ഏരിയകൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവാത്ത ഏരിയകൾ. എല്ലാ ഫെസിലിറ്റി ഉണ്ടാവുന്നതാണ് എങ്കിലും ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. അത് ഏതൊക്കെയാന്ന് നോക്കിയേ, നോ റിസപ്ഷൻ ഏരിയ. ചിലടത്ത് റിസപ്ഷൻ ഏരിയ ഇല്ല, നോ റിസപ്ഷൻ ഏരിയ. അതാണ് ചില സ്ഥലത്ത് എന്തില്ല, റിസപ്ഷൻ ഏരിയ ഇല്ല. ചില ഹോസ്പിറ്റലിലൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ടാകും അല്ലെ, എല്ലാ ഏരിയയിലും ഉണ്ടാവും. അല്ല ചില ഹോസ്പിറ്റലിൽ എല്ലാം ഉണ്ടാവണമെന്നില്ല. അത് ഏതൊക്കെ ഇല്ലാത്ത ഏരിയ എന്നുള്ള കേട്ടോ. ഏതാണ് റിസപ്ഷൻ ഏരിയ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല, എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും ഉണ്ടാവണമെന്നില്ല. അടുത്ത നോക്കിയേ, നോ സെപ്പറേറ്റ് റൂം ഫോർ സർജൻ, അനസ്തീഷിയോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ, ഓൺലി അറ്റൻഡൻസ്. ഉണ്ടോ, ഇവർക്കൊക്കെ സെപ്പറേറ്റ് റൂം ഇല്ല. ഉണ്ടോ, ഇതിന് ഇവർക്ക് സർജന് ഒരു റൂം കൊടുക്കണമെന്നുണ്ട്, അനസ്തേഷ്യോളജിസ്റ്റിന് ഒരു റൂം കൊടുക്കണമെന്നുണ്ട്, ജൂനിയർ ഡോക്ടറിന് വേറെ റൂം, OT അറ്റൻഡൻസിന് വേറെ റൂം, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ റൂമുകൾ കൊടുക്കുന്നുണ്ട്. എന്താ ചിലയിടത്ത് ഇങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് റൂം ഇല്ല, എല്ലാവരും ഓരോ റൂമിലൊക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ.
സാധാരണ രീതിയിൽ അങ്ങനെ വേണമെന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള സെപ്പറേറ്റ് റൂമില്ല. അനസ്തേഷ്യോളജിസ്റ്റിന്, സർജന്, ജൂനിയർ ഡോക്ടറിന്, ഓപ്പറേഷൻ തിയേറ്റർ അറ്റൻഡൻസിന് ഇവർക്ക് സെപ്പറേറ്റ് റൂം വേണമെന്നില്ല. ചില സ്ഥലത്ത് റൂം ഉണ്ടാവില്ല. ഇനി അടുത്ത് നോക്കിയ മൂന്നാമത്തെ എന്താ, നോട്ട് ഇനഫ് ചേഞ്ച് റൂം ഫോർ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് പീപ്പിൾ. കണ്ടോ, ഇനി അവിടുത്തെ ആവശ്യത്തിന് ചേഞ്ച് റൂം ഉണ്ടാവുന്നില്ല. സാധാരണ രീതിയിൽ ഓരോരുത്തർക്കും പേഷ്യൻസിന് വേറെ, സ്റ്റാഫിന് വേറെ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഡോക്ടേഴ്സിന് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചേഞ്ചിങ് റൂം ഉണ്ടാകാം. എന്നാ ചിലയിടത്ത് സർജന് അല്ലെങ്കിൽ സ്റ്റാഫിന് ഒക്കെ നമുക്ക് ചിലപ്പോ സ്ഥലപരിമിതി മൂലമായിരിക്കും, ചിലപ്പോ കുറച്ച് സ്ഥലമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും അങ്ങനെ ചേഞ്ച് റൂം കൊടുക്കാനുള്ള സ്ഥലം ചിലപ്പോ ഉണ്ടാവില്ല. ഉണ്ടോ, നോട്ട് ഇനഫ് ചേഞ്ച് റൂം ഫോർ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് പീപ്പിൾ. പല ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ചേഞ്ച് റൂം ഉണ്ടാവണമെന്നില്ല. അത് സ്ഥലപരിമിതി കൊണ്ടായിരിക്കാം, അല്ലെ, അത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇനി നോക്കി അടുത്തത്, ഇൻ അപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സ് എക്സെട്ര. ഓക്കെ, എന്താ ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉചിതമായിട്ടുള്ള ടൈപ്പിലുള്ള ഡോക്ടർ വേണമെന്നുണ്ട്, അല്ലെ, ഓരോന്നിനും ഉചിതമായിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ വേണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സൈസിലും ടൈപ്പിലും. പിന്നെ അതുപോലെ തന്നെ സൈസും ടൈപ്പ് ഓഫ് ഡോർസ് ആണ് കേട്ടോ. സോറി, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ് കേട്ടോ. ഡോറുകളാണ് കേട്ടോ. അതായത് ഇൻഅപ്രോപ്രിയേറ്റ് സൈസ്, ഇന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്ര സൈസ്, ഇത്ര വലുപ്പത്തില് ഉള്ള ഡോറ് വേണമെന്നുണ്ട് കേട്ടോ. അതാണ് ഡോറ്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകണ്ടേ നമുക്ക്? പേഷ്യന്റിനെ സർജറി ഒക്കെ ചെയ്യാൻ അവരെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനടി തന്നെ നമുക്ക് അവരെ നടത്തി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ അവരെ കൊണ്ടുപോകാനായിട്ട് എന്ത് വേണം? സ്ട്രക്ചർ വേണം. അല്ലെങ്കിൽ ചിലപ്പോ വീൽ ചെയർ ആയിരിക്കും, ഇപ്പൊ കാലിന് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, സ്ട്രക്ചറോ വീൽ ചെയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? സാധാരണ ഡോറിൽ കൂടി കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സാധാരണ ഡോറിൽ കൂടെ ഇപ്പൊ നമ്മളൊരു മനുഷ്യൻ കടന്നു പോകുന്ന ഒരു ചെറിയൊരു വാതിലിൽ കൂടെ വലിയ സ്ട്രക്ചറും അല്ലെങ്കിൽ വലിയ വീൽ ചെയറും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഓപ്പറേഷൻ റൂമിന്റെ ഡോർ എങ്ങനെയാ? ഇടുങ്ങിയ ഡോറാണോ വലിയ ഡോറാണോ? എങ്ങനെ വലിയ ഡോറായിരിക്കൂലേ? എന്താ വലുതായിരിക്കും. എന്തുകൊണ്ടാ? ഇതൊക്കെ കൊണ്ടുപോകണ്ടേ? അതാണ് ടൈപ്പിലുള്ള ഡോറുകള് നമ്മള്. അപ്പൊ അതിന് അനുയോജ്യമായിട്ട് ഇത് കൊണ്ടുപോകാൻ പാകത്തിന് അനുയോജ്യമായിട്ടുള്ള വലിപ്പത്തിലും ടൈപ്പിലുമുള്ള ഡോറുകള്, ബിഗ് ആണ് അല്ലെ, വലിപ്പത്തിലും ഒക്കെ ഉള്ള ഡോറുകൾ വേണമെന്നുണ്ട്. അതാണ് അങ്ങനെയുള്ള. ചിലപ്പോ ഈ ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡോറുകള് ഇപ്പൊ നമ്മള് കൊണ്ടുപോകുമ്പോഴോ പേഷ്യന്റിനെ പിടിച്ചുകൊണ്ട് പിന്നെ ഒരു കൈ കൊണ്ട് തള്ളി തുറന്നൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? അതിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡോറുകള്, സ്ലൈഡിങ്, സ്വിങ്ങിങ് ഡോറുകള്, അത് പഠിക്കണ്ട. സ്വിങ്ങിങ് ഡോറുകള് തന്നെ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള സ്ലൈഡിങ് ഡോറൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ വേണമെന്നുണ്ട്. അതെന്താ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള സൈസിലും കറക്റ്റ് ടൈപ്പിലുമുള്ള ഡോറുകള്, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിലും ടൈപ്പിലുമുള്ള ഡോറുകളായിരിക്കും. അതായത് അങ്ങനെ കറക്റ്റ് ഡോറുകള് ഒക്കെ ഇന്നുണ്ടാവുന്ന ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാക്കില്ല. ക്ലിയർ ആയോ പോയിന്റ്? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലേ. അടുത്ത് നോക്കിയേ, ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അവിടെ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ സിസ്റ്റം ആണ് കേട്ടോ. വെന്റിലേഷൻ സിസ്റ്റം ആണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. വെന്റിലേഷൻ വേണ്ടേ? നമ്മൾ പറഞ്ഞില്ലേ, ക്ലീനർ ഏരിയയിൽ നിന്ന് ലെസ്സർ ക്ലീനർ ഏരിയയിലേക്ക് വരുന്ന രീതിയിലുള്ള വെന്റിലേഷൻ എന്ന് പറഞ്ഞില്ലേ. അതായത് ക്ലീൻ ആയിട്ടുള്ളതായിരിക്കും, ക്ലീനർ ഏരിയയിൽ നിന്നുള്ള വെന്റിലേഷൻ ആയിരിക്കണം. അതായത് ഫാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് എയർ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ഫിൽറ്റർ ചെയ്ത എയർ ആണ് വിടുന്നത്, അല്ലെ? അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലെ എയർ ഫ്ലോ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ചിലപ്പോ എന്താണ്, ചിലർക്ക് അങ്ങനെയുള്ള ആ ഒരു ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ തിയേറ്റർ, ലാമിനാർ ഫ്ലോയിന്റെ കുറവ്
അല്ലെങ്കിൽ എയർ പ്രോപ്പർ ആയിട്ടുള്ള എയർ എക്സ്ചേഞ്ച് സിസ്റ്റത്തിന്റെ കുറവ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾ. അവിടെ ഓരോ പ്രോട്ടോകോൾ ഉണ്ടല്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കുറവ് ചിലയിടത്ത് അങ്ങനെ അത് ഉണ്ടാകണമെന്നില്ല. അത് ചിലയിടത്ത് ഉണ്ടാവില്ല. ഡെഫിഷ്യൻസി ഉള്ള ഇതാണ് പറയുന്നത്. സാധാരണയായി ഡെഫിഷ്യൻസി കാണുന്ന ഏരിയ ആണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉള്ളതാണ് ഇത് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾ. അടുത്ത് നോക്കിയേ, no separate central sterile supply department. എന്താണ് നോ പ്രത്യേകം സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പ്രത്യേകം ആ CSST പറഞ്ഞില്ലേ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തോട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വേണം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ പുറത്തേക്കായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ അതിനുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള CSSD ഡിപ്പാർട്ട്മെന്റ് അത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ആ ഒരു ഏരിയ ഉണ്ടാവണമെന്നില്ല. പിന്നെ അടുത്തതൊക്കെ വെയിറ്റിംഗ് ഏരിയ, റിക്കവറി. കേട്ടോ, അങ്ങനെ നോട്ട് വെൽ എക്വിപ്ഡ്, നല്ല എക്വിപ്ഡ് ആയിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവണമെന്നില്ല ചിലയിടത്ത്. റിക്കവറി റൂം അത് വെല്ലായിട്ടുള്ളത് ഉണ്ടാവണമെന്നില്ല. കേട്ടോ, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റിയുടെ കുറവ്, വെയിറ്റിംഗ് ഏരിയയിൽ ഫെസിലിറ്റി കുറവ്. കണ്ടോ, അല്ലെങ്കിൽ റിക്കവറി റൂമില് വേണ്ട ഫെസിലിറ്റികൾ ഉണ്ടാവില്ല, ബേസിക് ഫെസിലിറ്റി കുറവായിരിക്കും. അപ്പൊ ഇതെല്ലാം ഏതാണ് സാധാരണയായിട്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സില് ഡെഫിഷ്യൻസി കാണുന്ന ഏരിയകളാണ്. കിട്ടിയോ? പ്രത്യേക റിസപ്ഷൻ ഏരിയ ചിലയിടത്ത് ഉണ്ടാവില്ല. സർജന്, അനസ്തേഷ്യോളജിസ്റ്റിന്, ജൂനിയർ ഡോക്ടറിന്, OT അറ്റൻഡൻസ് ഇവർക്കൊക്കെ സെപ്പറേറ്റ് റൂം ഉണ്ടാവണമെന്നില്ല ചിലയിടത്ത്. കണ്ടോ, പിന്നെ അത് ചേഞ്ച് റൂം, സെപ്പറേറ്റ് ചേഞ്ച് റൂം ഡിഫറെന്റ് ക്ലാസസ് ഓഫ് പീപ്പിളിന് അത് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിലും ടൈപ്പിലുമുള്ള ഡോറുകള് അത് ആയിരിക്കും. അതായത് അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡോറുകള് ഉണ്ടാവണമെന്നില്ല ചിലയിടത്ത്. പിന്നെ എയർ എക്സ്ചേഞ്ച് സിസ്റ്റം, പ്രോപ്പർ ആയിട്ടുള്ള എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഉണ്ടാവണമെന്നില്ല. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളിന്റെ കുറവ് വരാം. പിന്നെ സെപ്പറേറ്റ് CSST ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണമെന്നില്ല. വെയിറ്റിംഗ് ഏരിയ, റിക്കവറി ഏരിയയിലൊക്കെ നോട്ട് വെൽ എക്വിപ്ഡ്, അധികം എക്വിപ്മെന്റ്സ് ഉണ്ടാവണമെന്നില്ല. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി കുറവ്. ക്ലിയർ ആയോ? അത്രയും പോയിന്റ്സുകൾ ഏതൊക്കെ ഏരിയയില് ഇത് വരാമെന്ന ഡെഫിഷ്യൻസി വരാന്നുള്ളത് 8 പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത് കേട്ടോ. തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. എല്ലാവരും പഠിപ്പിക്കുന്നതെല്ലാം ഒന്ന് തന്നെ വായിച്ചു വെക്കുക. അടുത്ത് നോക്കിയേ, ഓക്കെ ആണോ? അടുത്ത സെക്ഷനിലേക്ക് പോകാമോ? ഒന്ന് തമ്മിടോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നവ്യ, ജിൻസി, അനുഷ, നേഹ, ദൃശ്യ, മുഹമ്മദ്. ഓക്കെ. ഇവിടെ സ്ക്രീനിൽ കാണുന്ന കുറച്ച് പേരെ കേട്ടോ ഞാൻ വിളിച്ചത്. അശ്വതി, ആതിര, രാഗി, ഇന്ദു. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ഇനി പലതരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ. അതൊക്കെ ചോദിക്കാട്ടെ. ഇവിടെ സെപ്പറേറ്റ് റൂം ഫോർ ആർക്കൊക്കെയാണെന്നുള്ളതേ സർജനാണ്, അതൊക്കെ നോട്ട് ചെയ്തില്ല. ഇനി പലതരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ. 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ്? ഏതൊക്കെയാണ്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് നോക്കിയേ, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ റൂം തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഫ്ലെക്സിബിൾ ആയിട്ടാണ്, ഈസി ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്കത് ഇതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇത്രേ ഉള്ളൂ. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ റൂം തന്നെ ഉണ്ടാക്കി മാറ്റും, ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒന്ന് എഴുതി വെച്ചോട്ടെ വേണമെങ്കിൽ. അവിടെ ഹോസ്പിറ്റലിലെ ഓൾറെഡി ഉള്ള റൂം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നോക്കി. ക്ലിയർ ആയോ? ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് എന്താ മാറ്റുന്നത്? ഹോസ്പിറ്റലിലെ റൂം തന്നെ കേട്ടോ. ഓക്കെ.
ഇതൊന്ന് പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് എഴുതി വെച്ചു. ഇനി വായിക്കുമ്പോ എന്താന്നേ നോക്കി. അവിടെ പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ OT ഈസ് എ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കണേ നോക്കിയേ, എങ്ങനെയാണ്? സ്റ്റീലും കൊണ്ടാണ്. വിത്ത് jointless terrain coating that provide a high quality finish. These operation theaters provide the benefits of എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നാട്ടോ. അതും പഠിക്കണം, ആ പോയിന്റ്സും ചോദിക്കാറുണ്ട്. അതായത് ഇതൊരു ജോയിൻലെസ് ആയിട്ടുള്ള സ്റ്റീൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സ്റ്റീൽ ആയിട്ടുള്ള സ്ട്രക്ചർ സ്റ്റെറൈൽ കോട്ടിങ് ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റിയില് ഫിനിഷ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഇത്രേ ഉള്ളൂ. സ്റ്റീൽ സ്ട്രക്ചർ ആണ് കണ്ടോ, ജോയിൻലെസ് ആയിട്ടുള്ള സ്റ്റെറൈൽ കോട്ടിങ് കൊണ്ടുള്ള ഒരു സ്റ്റീൽ സ്ട്രക്ചർ ആണ്. അത് ഫ്ലെക്സിബിൾ ആണ് കണ്ടോ. അതായത് അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിലെ റൂം തന്നെയാണ് നമ്മൾ ഏത് ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. ഒന്നില്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് സ്റ്റീൽ തന്നെയാണ്. സ്റ്റീൽ കൊണ്ട് തന്നെയാണ് മോസ്റ്റ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററും നിർമ്മിക്കുന്നത്. അപ്പൊ അതിനകത്ത് അങ്ങനെ ചെയ്യപ്പെടുക, അതായത് നമ്മൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കോസ്റ്റ് ചിലപ്പോൾ മറ്റേത് പുതിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്നത് അത്രയും ചെലവ് വരുമോ? ചെലവ് കുറയ്ക്കാൻ പറ്റൂലേ? ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടാവണോ ആ എല്ലാ ഫെസിലിറ്റിയും ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകും കണ്ടോ. പ്രധാനമായിട്ടും അതിന്റെ പാനലുകൾ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഫ്ലെക്സിബിൾ ആണ്, നമുക്കത് എന്താ പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാം, കോസ്റ്റ് കുറവാണ്. അതൊക്കെ ബെനിഫിറ്റിലും വരുന്നതാണ് കുറച്ചൊക്കെ കേട്ടോ. പെട്ടെന്ന് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. മെയിൻ ആയിട്ടും ഏതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലാണ്, ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ ആണ്. കിട്ടിയോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്നുള്ളത് അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം കേട്ടോ. Dash is a finished steel structure with jointless sterile coating that provide a high quality finish. ഇതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു, അപ്പൊ എന്താ പറയാ നമുക്ക് എക്സ്പെൻസ് ഒക്കെ കുറവായിരിക്കും അല്ലെ, എളുപ്പത്തിൽ ഉണ്ടാക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാണ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നത്? ഈ ഹോസ്പിറ്റലിൽ ഒരു റൂം തന്നെ എന്താക്കി മാറ്റും, ഓപ്പറേഷൻ തിയേറ്റർ ആക്കി മാറ്റുക ചെയ്യുന്നത്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. എന്താ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ, നിർമ്മിക്കാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. ചോദിക്കാറുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. അതിന്റെ ബെനിഫിറ്റ്സ് ഓഫ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ, പ്രയോജനം എന്താണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. നമുക്ക് റാപ്പിഡ് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ, നിർമ്മിക്കാൻ പറ്റും. രണ്ടാമത്തെ നോക്കിയേ, പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. കണ്ടോ, കണ്ടാമിനേഷൻ തടയുന്നു, മലിനമാകുന്നത് തടയുന്നു. എന്താണ് പ്രിവെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തടയുക. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് തടയാൻ പറ്റുന്നു. മൂന്നാമത്തെ നോക്കിയേ, ലോങ് ഡ്യൂറബിലിറ്റി. എന്താണ്? നീണ്ട ഈട്. സ്റ്റീൽ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ അതുകൊണ്ട് കുറെ നാള് നിൽക്കുന്ന നീണ്ട ഈടാണ്, കുറെ വർഷങ്ങൾ തന്നെ നിൽക്കും. ലോങ് ഡ്യൂറബിലിറ്റി. മറ്റുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനേക്കാളും എന്താണ് കുറച്ചും കൂടി ഈടുണ്ട്. അടുത്ത നോക്കിയേ, നാലാമത്തെ പോയിന്റ് എന്താ? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഉണ്ടോ? സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശക്തിയുണ്ട്. ഫ്ലെക്സിബിൾ ആണ് അല്ലെ. എന്താണ്? ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇനി കുറച്ചും കൂടി നമുക്ക് കൂട്ടണോ, അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അടുത്ത നോക്കിയേ, എയ്സ് ഓഫ് മെയിൻ്റെനൻസ്. എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കുക എന്നുള്ള മീനിങ് ആട്ടോ. എളുപ്പം എന്നാണ്. മെയിൻ്റെനൻസ് എളുപ്പമാണ്. മറ്റതൊക്കെ പോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ മെയിൻ്റെനൻസ് എന്താ പറയാ, നമുക്ക് ഇത് സ്റ്റീലൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ഈസി ആയിട്ട് ചെയ്യാം. എയ്സ് ഓഫ് മെയിൻ്റെനൻസ്, എളുപ്പത്തില് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും.
അടുത്ത് നോക്കിയേ, ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. ഇൻസ്റ്റോൾ ചെയ്യുക, എക്യുപ്മെന്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും എക്യുപ്മെന്റ്സിനെ സപ്പോർട്ടൊക്കെ എക്യുപ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ്. ഇത്രയും എക്യുപ്മെന്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ പറഞ്ഞില്ലേ, നല്ല സ്ട്രോങ് ആണെന്നുള്ളത്, നല്ല സ്ട്രോങ് ഒക്കെ ആയിരിക്കും. ഉപകരണങ്ങളൊക്കെ അവിടെ ഇൻസ്റ്റോൾ ചെയ്യാൻ എളുപ്പമാണ്. ഉപകരണങ്ങളൊക്കെ ഇൻസ്റ്റോൾ ചെയ്യാൻ എളുപ്പമാണ്. അടുത്ത് നോക്കി, പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റലേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ. കണ്ടോ, ആ സ്ട്രക്ചറിന് ബാധിക്കാത്ത രീതിയിൽ ഉപകരണങ്ങൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് പ്രൊവിഷൻ ഓഫ് ഓപ്പണിങ്ങിന് ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ്, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള ഓപ്പണിങ്ങിനുള്ള വ്യവസ്ഥ എളുപ്പമാണെന്ന്. അത് അതിന്റെ സ്ട്രക്ചർ ഒന്നും മാറ്റുന്നില്ല, വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ. ഇപ്പൊ നമുക്കൊരു വലിയൊരു മെഷീൻ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, അപ്പൊ അത് പൊളിച്ചൊന്നും മാറ്റണ്ടാന്ന്. ഫ്ലെക്സിബിൾ അല്ലേ, നമുക്ക് എന്താ പറയാൻ പറ്റാ, അതിന്റെ രീതിക്ക് നമുക്ക് ചുരുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി കൂടി ഉണ്ടത്. നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് പണിത ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. നമ്മൾ മണ്ണും കട്ടയൊക്കെ വെച്ച് സിമെന്റും ഇതൊക്കെ വെച്ചിട്ട് കല്ലൊക്കെ വെച്ചിട്ട് പണിതേക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് പൊളിച്ചളയേണ്ട വരും അല്ലേ. ഇതങ്ങനെ വേണോ? അങ്ങനെയുള്ള ഒരു ഓപ്പണിങ്ങിനുള്ള നല്ലൊരു വ്യവസ്ഥ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഓപ്പണിങ്ങിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നു. അതാ എന്താണ് നമ്മുടെ ഇതിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം, അതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, അതിനെ ഒന്നും ബാധിക്കുന്നില്ല. അത്രയും കാര്യങ്ങളാണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ്സ്. ആർക്കെങ്കിലും പോയിന്റ്സ് കിട്ടാത്തില്ലോ, പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റും, കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടാകുന്നത് തടയാൻ പറ്റുന്നു, കുറെ നീടുണ്ട്, നല്ല സ്ട്രോങ് ശക്തിയുണ്ട്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ മെയിൻ്റനൻസ് എളുപ്പമാണ്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ്, ഇൻസ്റ്റാൾ ചെയ്യാം, എക്യുപ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്പണിങ്ങിനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അത് അതിന്റെ ഹാർഡ്നെസ്സിനെ, സ്ട്രക്ചറിനെ ബാധിക്കുന്നില്ല, വിത്തൗട്ട് അഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. ആർക്കെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടോ? ഒന്ന് നോക്കിയേ പെട്ടെന്ന്. ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്മിട്ട് കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുകയും ചെയ്യാം. ഇതങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഇതിലിപ്പോ വേറെ ഒന്നും അണ്ടർലൈൻ ചെയ്യാനില്ല. ഇത് നമ്മൾ പഠിച്ച ബോക്സ് ഇതുപോലെ തന്നെ നമ്മൾ 4 സോണുകളും അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഓരോ സോണിലും, അല്ലാതെ അതിന്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട. പിന്നെ ഞാൻ എക്സ്ട്രാ പറഞ്ഞത് ആ TSSU എന്നുള്ളതിന്റെ മാത്രം എക്സ്പാൻഡ് ഫോം നോക്കി വെക്കുക. ഓരോന്നും അത് ഏത് സോണിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണയായിട്ട് ഡെഫിഷ്യൻസി കാണുന്ന ഏരിയകളാണ്. അത് 8 നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഏതാണ്, ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. അതിൽ ഫസ്റ്റത്തെ ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അങ്ങനെയാണ് കുഞ്ഞു കാര്യം കൂടിയുണ്ട്. കൂടി കഴിയുമ്പോഴേക്ക് നമ്മുടെ ക്ലാസ്സിന്റെ സമയം ഓക്കെ അല്ലേ. അടുത്തത് എടുത്തോട്ടെ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ആ പേരിൽ തന്നെ അറിയാം അല്ലെ, ഇന്റഗ്രേറ്റഡ് എന്ന് വെച്ചെന്താ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതാണ് അഡ്വാൻസ്ഡ് എന്നുള്ള മീനിങ് കേട്ടോ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പലതിനെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. ഫങ്ഷണലി ലിങ്കിങ് ദ OT environment. This consists of patient information, audio, video, surgical light, room lights, AC and medical equipments. കണ്ടോ, എന്താ പറഞ്ഞേക്കുന്നത്, ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്, അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഇതാണ് ഫങ്ഷണലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. കിട്ടിയോ? ഇതാണ് അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ സിസ്റ്റംസ് അല്ലെ,
അത് അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് അതിനകത്ത്. ഓക്കെ, സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അതിനകത്തൊക്കെ ദിസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാ പറഞ്ഞ അതിനകത്ത് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെയാ വരുന്നതിനൊക്കെ പേഷ്യന്റ് ഇൻഫർമേഷൻ, അവരുടെ ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റുകള്, റൂം ലൈറ്റ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പേഷ്യൻസിന്റെ വെയിറ്റ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഉണ്ടോ? വെയിറ്റ് ടൈം കുറയ്ക്കാൻ പറ്റും. സർജിക്കൽ ടീമുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നു. പേഷ്യന്റ് ഇൻഫർമേഷൻ, ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ഡയറക്റ്റ് കുറച്ചും കൂടിയും എന്താണ് അതൊരു അഡ്വാൻസ്ഡ് ആണ് അല്ലേ? അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഫങ്ഷണലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ്. ഓക്കെ, ദിസ് കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റുകള്, ലൈറ്റ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ, അതാണ് ഇന്റഗ്രേറ്റഡ്. ഇതിനെ പലതിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ. ഇതാണ് ലാസ്റ്റത്തെ മൂന്നാമത്തെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. Hybrid operation theatre. A surgical theatre that is equipped with modern medical imaging devices like C-arms, CT scanners, MRI scanners. This allows slightly invasive surgery. ബ്രാക്കറ്റില് ലെസ് ഇൻസിഷൻ, മുറിവ് കുറവുള്ളത് ഞാൻ പറയാം കേട്ടോ. അതായത് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ളതാണ്. നോട്ട് ചെയ്തോ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ളതാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ളതാണ്. അത് നോക്കിയേ, ഈ സർജിക്കൽ തിയേറ്റർ ദാറ്റ് ഈസ് എക്വിപ്ഡ് വിത്ത് മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ്. ഏതൊക്കെയാണ്? മോഡേൺ ഇമേജിംഗ് മെഡിക്കൽ ഡിവൈസസ്. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഉള്ള ഒരു സർജിക്കൽ തിയേറ്റർ ആണ്. ഏതൊക്കെയാണത്? C-arms. C-arms എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ് ആണ് കേട്ടോ. സ്പെഷ്യലി ഏതൊക്കെയാണ്? നമുക്ക് ഫ്ലോറോസ്കോപ്പ്, എക്സ്റേ മെഷീൻ തുടങ്ങിയ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ് ആണ് C-arms എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ലൈക്ക് C-arms പോലുള്ള, അതായത് എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം, റിയൽ ടൈം ഇമേജ് ആണ്. അതൊന്ന് എഴുതി വെച്ച വേണമെങ്കിൽ, എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം ആണ് C-arms എന്ന് പറയുന്നത്. എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം, റിയൽ ഇമേജ് കിട്ടാണ് എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം. CT സ്കാനർ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനേഴ്സ്. CT സ്കാൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? CT നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. റേഡിയോളജിയിലെ മൊഡ്യൂൾ 2-ല് 4 തരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജി അവിടെ പഠിക്കാനുണ്ട്. എക്സ്റേ പഠിക്കാനുണ്ട്, CT സ്കാൻ പഠിക്കാനുണ്ട്, അൾട്രാസൗണ്ട് പഠിക്കാനുണ്ട്, MRI സ്കാൻ ഉണ്ട്. അന്നേരം അവിടെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കേണ്ടതൊക്കെ. CT സ്കാനേഴ്സ്, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനേഴ്സ്, CT. പിന്നെ MRI സ്കാനേഴ്സ്, MRI അതവിടെ പഠിക്കാനുണ്ട് കേട്ടോ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ് MRI. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അവിടെ റേഡിയോളജിയിലെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. MRI സ്കാനേഴ്സ്, ഇങ്ങനെയുള്ള മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ്, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഉള്ള ഒരു സർജിക്കൽ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇത്ര ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. എന്തൊക്കെയാണ്? മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകൾ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഉള്ള ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. അതിൽ ഏതൊക്കെയാ മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ഇവിടെ പറയുന്നത്? C-arms, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്. ദിസ് അലൗസ് എന്താണ്? സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി. ഇൻവാസീവ് എന്ന് പറയുന്ന നമുക്ക് എന്താ പറയാ, നമുക്ക് എന്താ അങ്ങനെയുള്ള സർജറികൾ, ഇൻവാസീവ് ആയിട്ടുള്ള
ആക്രമണാത്മകമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള സർജറി കാര്യങ്ങള് ഇതൊക്കെ നമുക്ക് എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താണ് അറ്റ് എ ടൈം നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ വേണ്ടി വരികയാണെങ്കിൽ അതുകൂടി ചെയ്യാൻ പാകത്തിനുള്ള മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകൾ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സും കൂടി ഉള്ള ഒരു കുറച്ചുകൂടി ഏറ്റവും അഡ്വാൻസ്ഡ്, കുറച്ചുകൂടി അല്ല ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ് ഇന്റഗ്രേറ്റഡ് ആണോ? ഇന്റഗ്രേറ്റഡ് പറയാനോ? ആദ്യത്തെ മനസ്സിലായില്ലേ, മോഡുലാർ മനസ്സിലായില്ലേ? നമ്മളൊരു ഓപ്പറേഷൻ റൂം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഹോസ്പിറ്റൽ റൂം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ തന്നെയാണ്. അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സും പറഞ്ഞു. രണ്ടാമത്തെ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാലേ അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ്, അതായത് ഹൈബ്രിഡിന്റെ അത്രയില്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. പല എക്യുപ്മെന്റ്സിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സംയോജിപ്പിക്കുക അല്ലെ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. പല ടെക്നോളജിയുമായിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. അതായത് മെഡിക്കൽ ആൻഡ് ടെക്നോളജി സിസ്റ്റത്തിന്റെ കോമ്പിനേഷൻ ആണ്. മെഡിക്കലും ഉണ്ട്, ടെക്നോളജിയും ഉണ്ട്. ഓക്കെ, ഇന്റഗ്രേറ്റ് രണ്ടിന്റെയും മിക്സ് ഇന്റഗ്രേഷൻ ആണ്. ഇതിന്റെയൊക്കെ മെഡിക്കൽ ആൻഡ് ടെക്നോളജി, മെഡിക്കലും ഉണ്ട്, ടെക്നോളജി ഉണ്ട്. ടെക്നോളജിക്കൽ സിസ്റ്റത്തിന്റെ കോമ്പിനേഷൻ. അതായത് സർജറി ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാകും. മനസ്സിലായോ? സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ആ ഒരു സംവിധാനം ഉണ്ടാവും. അതാണ്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നേരെ ഓഡിയോ, ഇപ്പൊ നമ്മൾ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ നമുക്ക് ഇതൊക്കെ കിട്ടൂലേ, CD ഒക്കെ കിട്ടൂലേ അല്ലേ? വീഡിയോ, അതുപോലെയുള്ള നല്ല സർജിക്കൽ ലൈറ്റ്, AC, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇതെല്ലാം വരുന്നുണ്ട്. അത് അത്രയും നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. കൃത്യമായിട്ട് എന്ത് പറ്റുന്നു, പേഷ്യൻസിന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു. അവിടെ പേഷ്യൻസിന് അപ്പൊ കുറച്ച് വെയിറ്റിംഗ് ടൈം കുറവ് മതി. സർജിക്കൽ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ദൂര സ്ഥലത്ത് നിന്നുള്ള അല്ലെങ്കിൽ വേറെ സ്ഥലത്തിരിക്കുന്ന ഡോക്ടറിന് ഇവരുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ വഴി, ഓഡിയോ വഴി ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. മെഡിക്കൽ ആൻഡ് ടെക്നോളജി സിസ്റ്റത്തിന്റെ കോമ്പിനേഷൻ ആണ്. അതാണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ എന്താണ്, സർജിക്കൽ തിയേറ്റർ ഈസ് എക്വിപ്ഡ് വിത്ത് മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുമായിട്ട് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഉള്ള മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ് ഉള്ള ഒരു സർജിക്കൽ തിയേറ്റർ ആണ്. സിയാംസ് എന്ന് പറഞ്ഞാൽ എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം ആണ് സിയാംസ് എന്ന് പറയുന്നത്. അതായത് എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം, സിയാംസ്, CT സ്കാനർ, MRI സ്കാനേഴ്സ് പോലുള്ള മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകൾ ഉണ്ട്. വിത്ത് മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകൾ ഉണ്ട്. അങ്ങനെയുള്ള വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സർജിക്കൽ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ദിസ് ആർ സ്ലൈറ്റ്ലി ഇൻവാസീവ് എന്ന് വെച്ചാൽ ആക്രമണാത്മകമായ എന്നുള്ളതാട്ടോ സർജറി. അതായത് കുറഞ്ഞ, ലെസ് ഇൻസെഷൻ, മുറിവ് കുറഞ്ഞ സർജറികള്, ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ലെസ് ഇൻസെഷൻ എന്ന് പറഞ്ഞാൽ മുറിവുള്ള രീതിയിലുള്ളത്. കുറച്ച് ഇൻവാസീവ് ആയിട്ടുള്ള, സ്ലൈറ്റ്ലി ഇൻവാസീവ് ഏരിയ, സ്ലൈറ്റ് ആയിട്ടുള്ള, ആക്രമണാത്മകമായിട്ടുള്ള, അല്ലെങ്കിൽ കുറഞ്ഞ എന്നുള്ളൊരു മീനിങ്. അധികം വലിയ ഓപ്പൺ ആയിട്ടുള്ള അല്ല അവിടെ പറഞ്ഞത്, ലെസ് ഇൻസെഷൻ എന്ന് പറഞ്ഞേക്കാം. ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അങ്ങനെയുള്ള സർജറികളിൽ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകൾ, അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റൂലേ. അറ്റ് ദ ടൈം സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലെ. അത് തന്നെയാണ്. അങ്ങനെയുള്ളതൊക്കെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. 3 ടൈപ്പ് ഉണ്ട്, 3 നോക്കി വെക്കാം. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ഉണ്ട്, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം പ്രിവെന്റീവ് മെഷേഴ്സ് അഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ അതിനെതിരെ പ്രതിരോധിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് പോയിന്റ്സ് ആണ്, വായിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും ഒന്ന് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കണം കേട്ടോ. വായിച്ച് നോക്കിയിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ കറക്റ്റ് തരുന്നതൊക്കെ ചെയ്തു നോക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.